Cambridge historiography or new Cambridge historiography. It is a new trend of historiography started by 1960s and gathered momentum, ഏറ്റവും ശക്തമായി നടത്തും, gathered momentum by 1980s and 90s. It is also called as neo-imperialist historiography. Neo-imperialist line അല്ലെങ്കിൽ neo-imperialist approach അല്ലെങ്കിൽ neo-imperialist historiography എന്നതിന് അറിയപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും neo-imperialist historians എന്ന് പറയുന്നത്? സാമ്രാജ്യത്വത്തെ, ഇംപീരിയലിസത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചരിത്ര രചന രീതിശാസ്ത്രം അവലംബിച്ച വിഭാഗമാണ്. They followed a policy of pro-imperialist attitude. They studied about the nationalism in India in an imperialist viewpoint. അപ്പോൾ അവര് ഇംപീരിയലിസ്റ്റ് വ്യൂ പോയിന്റിൽ ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തെ കുറിച്ച് പഠിച്ച ചരിത്രകാരന്മാരാണ്. എന്തുകൊണ്ടാണ് ഇതിനെ കാംബ്രിഡ്ജ് ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയുന്നത്? It is called as the Cambridge historiography because it was originated or it was started in Cambridge University in England. ഇംഗ്ലണ്ടിലെ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലാണ് ഈ ഒരു ട്രെൻഡ് ആരംഭിച്ചത് എന്നതുകൊണ്ടാണ് ഇതിനെ കാംബ്രിഡ്ജ് ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയുന്നത്. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഹിസ്റ്റോറിയൻസ് ഓഫ് ദിസ് സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫി were from Cambridge University. ഇതിലെ എല്ലാ ചരിത്രകാരന്മാരും അല്ലെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രകാരന്മാരൊക്കെ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലുള്ള ആളുകളായിരുന്നു. അവിടെ നിന്ന് വളർന്ന് വികസിച്ച ഒരു സംവിധാനം എന്ന നിലക്കാണ് കാംബ്രിഡ്ജ് ഹിസ്റ്റോറിയോഗ്രാഫിയെ അവർ വിലയിരുത്തുന്നത്. അപ്പം എന്താണ് അവർ ഇന്ത്യൻ ചരിത്രത്തെ കുറിച്ച് പറഞ്ഞത്? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ അപ്പോൾ എന്തു പറഞ്ഞു? അല്ലെ ഇന്ത്യയിലെ ഇംപീരിയലിസത്തെയും ദേശീയ പ്രസ്ഥാനത്തെയുമാണ് അവർ വിലയിരുത്തുന്നത്. സാമ്രാജ്യത്വത്തെയും ദേശീയ പ്രസ്ഥാനത്തെയും ഇവരെങ്ങനെയാണ് വീക്ഷിച്ചത്? അക്കോർഡിംഗ് ടു കാംബ്രിഡ്ജ് ഹിസ്റ്റോറിയൻസ്, there was not the existence of colonialism as a political, social, economic and cultural structure. കൊളോണിയലിസം ഇന്ത്യയിൽ ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചറായി നിലനിന്ന സംവിധാനമാണ്, നമുക്കറിയാം. അങ്ങനെ നിലനിന്നിട്ടില്ല. സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് കൾച്ചറൽ സ്ട്രക്ചർ, സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക, രാഷ്ട്രീയ മേഖലയിലെ ഒരു സ്ട്രക്ചറായിട്ട് കൊളോണിയലിസം നിലനിന്നിട്ടില്ല. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്? കൊളോണിയലിസം ഇന്ത്യയിൽ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ വരുത്തിയ ഏരിയയാണ് ഇതൊക്കെ. രാഷ്ട്രീയ ഘടനയുടെ മേഖലയിൽ അടിസ്ഥാനപരമായ മാറ്റം വരുത്തി, സാമൂഹിക മേഖലയിൽ മാറ്റം വരുത്തി, ഇക്കണോമിക് മേഖലയിൽ മാറ്റം വരുത്തി, സാംസ്കാരിക മേഖലയിലൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട്. പക്ഷെ ഇവർ ഇങ്ങനെ മാറ്റം വരുത്താൻ പറ്റിയ ഒരു സ്ട്രക്ചറായിട്ട് കൊളോണിയലിസം നിലനിന്നിട്ടില്ല. അപ്പൊ കൊളോണിയലിസം എന്ന് പറയുന്നത് ഇന്ത്യക്കാർ പറയുമ്പോൾ വലിയ മാറ്റം വരുത്തി എന്ന് പറയാൻ പറ്റില്ല. കൊളോണിയലിസം ഇന്ത്യയിൽ വന്നു, ഇന്ത്യ ഭരിച്ചു പോയി. അപ്പൊ ഈ തരത്തിൽ രാഷ്ട്രീയ മേഖലയിൽ ഒരു എക്സ്പ്ലോയിറ്റേഷൻ നടത്തുന്ന, സാമൂഹിക മേഖലയിൽ എക്സ്പ്ലോയിറ്റേഷൻ നടത്തുന്ന, സാംസ്കാരിക മേഖലയിൽ എക്സ്പ്ലോയിറ്റേഷൻ നടത്തിയ സാമ്പത്തിക മേഖലയിൽ എക്സ്പ്ലോയിറ്റേഷൻ നടത്തിയ ഒരു സ്ട്രക്ചറായിട്ട് കൊളോണിയലിസം നിലനിന്നിട്ടില്ല. ഒന്നുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ കൊളോണിയലിസം ഈ മേഖലയിൽ ഒന്നും എന്ത് വരുത്തിയിട്ടില്ല? ഇന്ത്യക്കാരുടെ മുകളിൽ ചൂഷണം നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, അവര് they deny the fact that there was a contradiction between the British imperialism and the interest of Indians. We know that there was a strong contradiction between the interest of Indians and interest of the British. ബ്രിട്ടീഷുകാരും ഇന്ത്യക്കാരും തമ്മിൽ അടിസ്ഥാനപരമായ വൈരുദ്ധ്യം ഉണ്ടായിരുന്നല്ലോ. പക്ഷെ ഇവര് പറയുന്നത് വൈരുദ്ധ്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇന്ത്യയിൽ ദേശീയ പ്രസ്ഥാനം വളർന്നു വരാൻ ഉള്ള കാരണം ഈ ഒരു കോൺട്രഡിക്ഷൻ
ആയിരുന്നില്ല. നമ്മൾ പറയും എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ദേശീയ പ്രസ്ഥാനം ഉണ്ടായത്? ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ ചൂഷണം ചെയ്തു, അല്ലെ ഇന്ത്യക്കാരുടെ താല്പര്യങ്ങൾക്ക് എതിരായി ബ്രിട്ടീഷുകാർ നിന്നപ്പോൾ ഇന്ത്യക്കാർ ഒന്നിച്ച് അവർക്കെതിരെ സമരം ചെയ്തു. പക്ഷെ ഇവരുടെ അഭിപ്രായത്തിൽ എന്തില്ല? there was no contradiction between the interest of Indians and the interest of imperialism. Hence, this contradiction was not the real factor for the growth of nationalism in India. ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനം വളരാനുള്ള അടിസ്ഥാന കാരണം ഈ ഒരു കോൺട്രഡിക്ഷൻ അല്ല. ഇന്ത്യയിൽ ആ കോൺട്രഡിക്ഷൻ ഇല്ല. അതുകൊണ്ട് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം ഈ ബ്രിട്ടീഷുകാരും ഇന്ത്യക്കാരും തമ്മിലുള്ള വൈരുദ്ധ്യത്തിൽ നിന്നുണ്ടായ ഒരു സംവിധാനം അല്ല. സോ they deny the fact that national movement or nationalism was an anti-imperialist movement. ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനം സാമ്രാജ്യത്വത്തിനെതിരായ ഒരു സമരമായിരുന്നു എന്നതിന് അവർ എന്ന ഫാക്ടർ അവർ എതിർക്കുന്നു. നമ്മൾ അങ്ങനെയാണ് ഇന്ത്യക്കാർ വിലയിരുത്താറുള്ളത്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ വളർന്നു വന്ന ഒരു സമര സംവിധാനമാണ്. അപ്പൊ ഇവരുടെ അഭിപ്രായത്തിൽ അങ്ങനെയല്ല. ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തിനെതിരെ വളർന്നു വന്ന ഒരു സമരമല്ല. നാഷണലിസം വാസ് നോട്ട് an anti-imperialist struggle. Instead, പകരം it was a mock battle against British imperialism. ബ്രിട്ടീഷ് ഇമ്പീരിയലിസത്തിനെതിരായ ഒരു തോന്നിപ്പിക്കാനുള്ള ഒരു യുദ്ധം മാത്രമായിരുന്നു എന്ന് പറയാം. ഒരു മോഡൽ. One more thing that denied the factor that India was becoming a nation through നാഷണൽ മൂവ്മെന്റ്. ഇന്ത്യക്കാരെല്ലാവരും കൂടി ഒരൊറ്റ ഭരണം വരണം എന്ന രീതിയിൽ ഇന്ത്യക്കാരെല്ലാവരും ഒന്നിച്ചെന്നൊരു സമരം ആയിരുന്നില്ല ദേശീയ പ്രസ്ഥാനം. അപ്പൊ എന്തല്ലായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താണ്? അപ്പൊ ദേശീയ പ്രസ്ഥാനത്തിന്റെ സമരം ഇന്ത്യയിലെ ചില ജാതികൾക്ക് അവരുടെ താല്പര്യം സംരക്ഷിക്കാനുള്ള സമരമായിരുന്നു. ഇത് മറക്കാൻ വേണ്ടിയാണ് ദേശീയ പ്രസ്ഥാനം എന്ന കവർ അവർ ഉപയോഗിച്ചത്. അപ്പൊ ഈ രീതിയിൽ ഇന്ത്യയിലെ ചില ജാതി, എലീറ്റ് ജാതിക്ക്, ഉയർന്ന ജാതികൾക്ക് അല്ലെങ്കിൽ ചില മതത്തിന്റെ ആളുകൾക്ക് അവരുടെ താല്പര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു സമരമായിരുന്നു. അല്ലാതെ എന്തല്ല, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് അല്ലായിരുന്നു. ഇറ്റ് വാസ് നോട്ട് at all a political movement against the British imperialism, but there were certain caste and religious demands behind nationalism. ദേശീയ പ്രസ്ഥാനത്തിന്റെ പിന്നിൽ ജാതിപരമായ മതപരമായ ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. ഞാനിന്ന് എടുക്കുന്നത്. അതിന്റെ ബാക്കി ഡീറ്റെയിൽ അടുത്ത ദിവസം എടുക്കാം. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. Cambridge historiography is a new trend of historiography started by 1960s and gathered momentum by 1980s and 90s. Okay, then it is also called as what? Neo-imperialist historiography. Why do we call it as neo-imperialist historiography? The aim of this school of historiography was to promote or to give support to imperialism in India. അപ്പോൾ അവർ അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ എന്തിനാണ് വിലയിരുത്തിയത്? കൊളോണിയലിസത്തെ കുറിച്ച് പഠിച്ചവരാണ്, അല്ലെങ്കിൽ ഇമ്പീരിയലിസ്റ്റ്, ഓർ നമുക്ക് ഇങ്ങനെയും കൂടെ പറയാം, അല്ലെങ്കിൽ they studied about the relation between imperialism and colonialism in India. എന്താണ് അവർ ഇതിനെക്കുറിച്ച് പറഞ്ഞത്? There was no contradiction between the interest of Indians and the interest of the people. അപ്പോൾ അതുകൊണ്ട് according to them the basic reason for the rise of nationalism in India was not the contradiction between Indians and Europeans. അവർ തമ്മിലുള്ള ഈ കോൺട്രഡിക്ഷൻ അല്ല ഇന്ത്യയിൽ ഇതൊന്നുമില്ല. അതിന്റെ മുമ്പ് അവരൊരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇമ്പീരിയലിസം അല്ലെങ്കിൽ കൊളോണിയലിസം was not in India as a political, social, economic and cultural structure. Colonialism was a mock battle against imperialism, അല്ലേ? And the interest, the actual aim, the actual color of nationalism was religious and caste.
കാസ്റ്റിസമാണ്, റിലീജിയസ് ആണ്, അല്ലാതെ എന്തല്ല. ഇറ്റ് വാസ് നോട്ട് എ പൊളിറ്റിക്കൽ മൂവ്മെന്റ് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് ഇംപീരിയലിസം. ഇൻസ്റ്റഡ് ഇറ്റ് വാസ് എ കാസ്റ്റ് ആൻഡ് റിലീജിയസ് മൂവ്മെന്റ് ആൻഡ് ദ നാഷണാലിസം വാസ് ഓൺലി എ കവർ. ഈ കാസ്റ്റ് റിലീജിയസ് എന്ന രണ്ട് ലക്ഷ്യത്തെ സാധൂകരിക്കുന്നതിന് വേണ്ടി ചില ജാതിക്കാർ ജാതിയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി, ചില മതങ്ങൾ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തതാണ്. അത് കാണാതിരിക്കാൻ വേണ്ടി അതിൻ്റെ മുകളിൽ കൊടുത്തൊരു പോളിഷ് മാത്രമാണ് നാഷണൽ മൂവ്മെൻറ്റ് എന്ന ഒരു ടേമും ആ ഒരു സമരവും. അല്ലാതെ ഇന്ത്യയിലെ ഈ ആളുകളുടെ ലക്ഷ്യവും ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഇംപീരിയലിസ്റ്റിൻ്റെ ലക്ഷ്യവും തമ്മിൽ വ്യത്യാസങ്ങൾ ഇല്ലായിരുന്നു. ഓക്കെ, ഇത്രയാണ് നമുക്ക് കാംബ്രിഡ്ജ് ഹിസ്റ്റോറിയോഗ്രാഫിയെക്കുറിച്ച് ഇന്ന് പഠിക്കാനുള്ളത്. ബാക്കി കുറച്ചും കൂടെ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്.